അങ്ങനെ ബീച്ചിലെത്തുമ്പോൾ മഞ്ജു ഗിരിയും പരസ്പരം കണ്ടുമുട്ടുവാണ്. അവരാണെങ്കിൽ എന്താ സംഭവം എന്നറിയാതെ പരസ്പരം അങ്ങ് ഞെട്ടി നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം ഗിരി ഫോണിലൂടെ വക്കീലിനോട് ചോദിക്കണേ, ഡാ മുകുന്ദ എന്താ ഇതൊക്കെ? അന്നേരം മുകുന്ദൻ പറയണേ, എടാ ഗിരി നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. വീട്ടിൽ നിനക്ക് മഞ്ജുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. അമ്മയെ ബോധിപ്പിക്കാനായിട്ട് നീ അവളോട് ദേഷ്യം കാണിക്കുകയല്ലേ ചെയ്യുക. എന്നാൽ ഇപ്പോൾ ഇവിടെ നീയും മഞ്ജു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി മനസ്സ് തുറന്ന് അങ്ങ് സംസാരിക്കാം. ഇതേസമയം ഫോണിലൂടെ മഞ്ജുവിനോട് മഹിമയെ സംസാരിക്കുന്നുണ്ട്. അന്നേരം മഞ്ജു പറയണേ, മോളെ ഇതൊന്നും ശരിയാവില്ല. എന്നാൽ മഹിമ അപ്പം തന്നെ കോള് കട്ടാക്കുവാണ്. അതുപോലെ മുകുന്ദനും കോള് കട്ടാക്കുവാണ് കേട്ടോ. ഈ സമയം മുകുന്ദൻ മഹിമയുടെ അടുത്തേക്ക് തന്നെ. അന്നേരം മഹിമ ചോദിക്കണേ, വക്കീലെ ഇതൊക്കെ വല്ലതും നടക്കുമോ? അന്നേരം വക്കീൽ പറയണേ, ഇത് നടക്കും. അവർ രണ്ടാളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ആകുന്നതോടെ അവർക്കിടെ തുറന്ന് സംസാരിക്കാനൊരു സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പം നമ്മളായിട്ട് അത് ഒരുക്കി കൊടുത്തില്ലേ, ഞാൻ നോക്കിക്കോ. അവരൊന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ ഏറ്റവും മികച്ച ദമ്പതികൾ ഗിരിയും മഞ്ജുവുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ബീച്ചിൽ കടലിലേക്ക് നോക്കി ഗിരിയും മഞ്ജുവും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്നൊരു ഇടിവെട്ടുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും മഞ്ജു പേടിച്ച് ഓടിപ്പോയി ഗിരിയെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ഗിരിയും മഞ്ജുവിനെ പതിയെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗിരി പറയണേ, നല്ല മഴക്കാരുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ആ വീടിൻ്റെ അവിടെ പോയി നിൽക്കാം. അങ്ങനെ പറഞ്ഞാൽ മഞ്ജുവിനെയും കൂട്ടി ആ ഒരു വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ അകത്തുനിന്നും നിധി വാതിൽ തുറക്കുന്നത്. എന്നിട്ട് മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം ഗൗതം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം മഞ്ജു നിധിനെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ്. ഗിരിക്കാണെങ്കിൽ ആരാണെന്നൊന്നും മനസ്സിലാവാതെ അന്തവിട്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം ഗൗതം ചോദിക്കണേ, അല്ലേ നിധി ആരാ ഇത്, നിനക്കറിയോ? അന്നേരം നിധി പറയണേ, ഇതെൻ്റെ കോളേജ് മേറ്റാ മഞ്ജു. മഞ്ജു ഇതെൻ്റെ ഹസ്ബൻഡാ ഗൗതം. ഇതാരാ? അന്നേരം മഞ്ജു പറയണേ, ഇത് എൻ്റെ ഹസ്ബൻഡാ. ഓ എന്താ പേര് എന്ന് ഗൗതം ചോദിക്കുവാണ് കേട്ടോ. അന്നേരം ഗിരി എന്ന് പറയുവാണ്. ഈ സമയം നിധി പറയണേ, എന്നാലും മഞ്ജു നിൻ്റെ കല്യാണത്തിന് എന്നെയൊന്നും വിളിച്ചില്ലല്ലോ. നമ്മുടെ ബാച്ചിലുള്ള ആരെയും വിളിച്ചിട്ടുണ്ടായില്ലേ? ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവർ വഴി ഞാൻ അറിഞ്ഞാനേ. ആ സമയം മഞ്ജു പറയണേ, വിവാഹം അങ്ങനെ അധികം പേരെയൊന്നും വിളിച്ചല്ല നടത്തിയത്. നീ എന്താ നിധി ഇവരെങ്ങനെ പുറത്താണ് നിർത്തിയിരിക്കുന്നത്, അകത്തേക്ക് വിളിക്കുന്നില്ലേ? അയ്യോ സംസാരത്തിനിടയിൽ ഞാനത് മറന്നു, വാ അകത്തേക്കിരിക്കാം. വാ ഗിരി എന്ന് പറഞ്ഞ് ഗൗതം ഗിരി എന്നെ വിളിക്കുവാണ്. അന്നേരം ഗിരി പറയണേ, വേണ്ട, എന്താണെങ്കിലും നിങ്ങളെ സംസാരിച്ചിരിക്കുക, ഞാൻ പോകുക. മഞ്ജുവിനൊറ്റക്കാക്കി ഗിരി പോകുവാന്നോ? അന്നേരം ഗിരി പറയണേ, മഞ്ജു ഒറ്റക്കല്ലല്ലോ, നിങ്ങളൊക്കെ ഇല്ലേ? അതേക്കുന്ന ഗൗതം പറയണേ, ഓ അത് ശരി, അപ്പം ഞങ്ങളൊക്കെ ഉള്ളതാണ് പ്രശ്നമല്ലേ? നിങ്ങളിവിടെ സമാധാനത്തോടെ പ്രേമിച്ച് നിന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വന്നത് നിനക്കിഷ്ടമായില്ല. അതേക്കുമ്പോൾ ഗിരി പറയണേ, പ്രേമിച്ചോ? ആര് പ്രേമിച്ച് നടന്നു? ഈ സമയം അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഗൗതത്തിന് നിധിക്ക് മനസ്സിലാകുവാണ് കേട്ടോ. എന്നിട്ട് നിധി പറയണേ, സാർ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിനെന്താ, ഞാൻ ഇപ്പോൾ പോയി എടുത്തിട്ട് വരാം. ഗിരി വാ. അന്നേരം ഗിരി പറയണേ, അതിന് എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ഗിരിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മഞ്ജുവിന് വേണമായിരിക്കും. അതിന് അവൾ വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഗിരി പറയുവാണ് കേട്ടോ. അന്നേരം ഗിരിനെ മാറ്റി നിർത്തിയിട്ട് ഗൗതം പറയണേ, എൻ്റെ ഗിരി ഈ പെണ്ണുങ്ങളെ അത് വേണം ഇത് വേണം എന്നൊന്നും നമ്മൾ പെട്ടെന്ന് പറയില്ല, നമ്മൾ വേണം കണ്ടറിഞ്ഞ് ചെയ്യാൻ. ഗിരി ഇങ്ങ് വന്നേ. ഈ സമയം നിധി മഞ്ജുവിനോട് ചോദിക്കണേ, എന്താ മഞ്ജു, എന്താ പ്രശ്നം? നിനക്ക് ഒരു സന്തോഷമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അന്നേരം മഞ്ജു കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാണ് കേട്ടോ. ഇതേസമയം ഫ്രിഡ്ജ് തുറന്ന് ഐസ്ക്രീമൊക്കെ എടുക്കുവാണ് ഗൗതം. എന്നിട്ട് പറയണേ, നിധിയുടെ ഫേവറേറ്റ് വാനില, എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. അല്ല ഗിരി, മഞ്ജുവിൻ്റെ ഫേവറേറ്റ് എന്താ? അന്നേരം ഗിരി ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. അത് കാണുമ്പോൾ ഗൗതം ചോദിക്കണേ, എന്താ മഞ്ജുവിൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഏതാണെന്ന് ഗിരിക്കറിയില്ലേ? അത് ബട്ടർ സ്കോച്ച്. അങ്ങനെ ഗിരി പറയുമ്പോൾ ഗൗതം ബട്ടർ സ്കോച്ചൊക്കെ എടുക്കുവാണ്. എന്നിട്ട് ഗിരിയോട് ചോദിക്കണേ, അല്ല നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? ആ സമയം ഗിരിയും എങ്ങനെയാണ് ഇവരുടെ വിവാഹം നടന്നതെന്നുള്ള ഒരു സംഭവമൊക്കെ പറയുവാണ് കേട്ടോ. സത്യത്തിൽ അവൾ വേറൊരാളുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത്. എന്നാൽ ആ വിവാഹം മുടങ്ങി. അങ്ങനെ വിവാഹം കൂടാമെന്ന് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. അങ്ങനെയായി സംഭവിച്ചതൊക്കെ. അത് കേൾക്കുമ്പോൾ ഗൗതം പറയണേ, ഞങ്ങളുടെ വിവാഹം നടന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങളും പൊട്ടിത്തെറിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗിരി ചോദിക്കണേ, എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നത്? കണ്ട അത്തരം പ്രശ്നങ്ങളുണ്ടെന്നൊന്നും തോന്നില്ലല്ലോ. ആ സമയം ഗൗതം പറയണേ, ഈ വക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ മടിക്കാറില്ല. ഞങ്ങൾക്കിടയിലും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പരസ്പര ഐക്യവും. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സ്നേഹിക്കാമെന്ന് പറഞ്ഞു നിന്നാൽ അങ്ങനെ നിൽക്കാനേ പറ്റൂ. ആ പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ പരസ്പരം താങ്ങാകണം. പിന്നീട് കാണിക്കുന്നത് മഞ്ജു നിധിയും കൂടി സംസാരിക്കുന്നതാണ്. നിധി പറയാനാണ്,
ഗിരിയുടെ അച്ഛൻ്റെ മരണത്തിൽ നിന്റെ അച്ഛന് ഒരു പങ്കുമില്ലെന്ന് നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? അന്നേരം മഞ്ജു പറഞ്ഞേ, അതിപ്പോൾ എങ്ങനെ തെളിയിക്കാനാ? അഥവാ ഞാൻ എന്തെങ്കിലും തെളിവ് കൊണ്ടു വന്നാലും അത് ഞാൻ കെട്ടിച്ചമച്ചതാണെന്നേ പറയൂ. ഗിരിയേട്ടൻ അതൊന്നും വിശ്വസിക്കില്ല. മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇതൊക്കെ ഇപ്പോൾ കണ്ടെത്തിയെടുക്കണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും. എനിക്കാണെങ്കിൽ ഗിരിയേട്ടൻ്റെ വീട്ടിലൊരു സ്ഥാനം പോലും ഇല്ല. അദ്ദേഹം ഇത് പറയണേ, ഗിരിയുടെ വീട്ടിലെ സ്ഥാനത്തിനെ കുട്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗിരിയുടെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ടോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നീ എൻ്റെ കൂടെ നിന്നാൽ മതി. ഈ സമയത്ത് ഐസ്ക്രീമുമായിട്ട് ഗൗതമും ഗിരിയും അവിടെ എത്തുവാണ്ടോ. അങ്ങനെ ഗൗതം ഗിരിയോട് പറയണേ, ഗിരി മഞ്ജുവിന് ഐസ്ക്രീം കൊടുക്ക്. മഞ്ജുവിൻ്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് ആണോ? അങ്ങനെ ഗിരി പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ അങ്ങ് സർപ്രൈസ് ആയി പോകുവാണ്ടോ. എന്നിട്ട് സന്തോഷത്തോടെ ഗിരിയെ നോക്കുവാണ്. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, എന്താ ബട്ടർ സ്കോച്ച് ഫേവറേറ്റ് അല്ലേ? ആ അതേന്ന് മഞ്ജു പറയുവാണ്. ഹാ ഗിരി, നോക്കി നിൽക്കാതെ ഐസ്ക്രീം മഞ്ജുവിന് കൊടുക്ക്. അങ്ങനെ മഞ്ജുവിന് ഗിരി ഐസ്ക്രീം കൊടുക്കുവാണ് കേട്ടോ. അവരെല്ലാവരും അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം നിധി പറയണേ, സാർ നമുക്ക് കടലിലേക്ക് പോയാലോ? അതിനെന്താ, വാ ഗിരി, വാ മഞ്ജു എന്നും പറഞ്ഞ് അവർ മഞ്ജുവിനെയും ഗിരിയും കൂട്ടി കടലിലേക്ക് പോകുവാണ്. അവിടെ എത്തുമ്പോഴേക്കും ഗൗതവും നിധിയും പരസ്പരം കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവിടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം മഞ്ജുവും ഗിരിയും മാറി അവിടെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ നിധി ഗൗതത്തിനെ നിർത്തുവാണ്. എന്നിട്ട് പറയണേ, വന്നേ നമുക്കെല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. സാറേ ഇതാ സാറ് സെൽഫി എടുക്കും. അങ്ങനെ മഞ്ജുവിനെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തുവാണ്. ഈ സമയം ഗിരിയാണെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ച് മാറി നിൽക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ഗൗതം പറയണേ, ഗിരി ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്ക്, ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചുള്ളൂ. ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കാതെ ഒന്ന് ചിരിച്ചേ ഗിരി. ദേ ഞങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ, അതുപോലെ മഞ്ജുവിൻ്റെ തോളത്ത് പിടിച്ച് നിൽക്കേ. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ പറഞ്ഞ് അവർ ഒന്നിച്ചിന്നൊരു സെൽഫിയൊക്കെ എടുക്കുവാണ്. ഈ സമയം നിധി പറയണേ, നീ വാ നമുക്ക് കടലിലേക്ക് പോകാം. അന്നേരം മഞ്ജു പറയണേ, അയ്യോ വേണ്ട, എനിക്കറിയില്ലേ, എനിക്ക് പേടിയാം. അത് കേൾക്കുമ്പോൾ നിധി പറയണേ, നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ഈ സമയം ഗിരി പറയുവാൻ, നിനക്കിങ്ങനെ പേടിയാണെന്ന് പറഞ്ഞ് നിൽക്കാൻ നാണമില്ലേ? ഒന്നുമില്ലെങ്കിലും നീ ഒരു പോലീസുകാരിയല്ലേ? അത് കേൾക്കുന്നതും മഞ്ജു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് ആ കടലിലേക്ക് നടന്നിങ്ങനെ പോകുവാണ്. മഞ്ജു ആണെങ്കിൽ വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോകുവാണ് കേട്ടോ. അത് കാണുമ്പോൾ നിധി മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയം മഞ്ജുവിൻ്റെ മനസ്സിൽ പണ്ട് താൻ പുഴയിൽ വെള്ളത്തിൽ വീണ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓർത്ത് ആ കടലിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന മഞ്ജുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്